കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഒരർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളോട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വർഗ്ഗങ്ങളോടൊക്കെ എന്തായിരുന്നു? അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇൻക്ലൂസീവ് ആയിരുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ഔദാര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കോൺഗ്രസ് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് വലിയ റോൾ വഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് മാത്രവുമല്ല, ഭരണഘടനയെ പല തവണ ദുരുപയോഗം ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ എന്താ സംശയം? ആർട്ടിക്കിൾ 356 എന്ന് പറയുന്ന വകുപ്പ് ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി കേരളത്തിൻ്റെ ജനാധിപത്യമാണ്. 1959 EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാരാണ് 356 വകുപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് എത്രയോ തവണ ആ വകുപ്പ് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ഭരണഘടനയുടെ എമർജൻസി എന്ന വകുപ്പെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഷ്ട്രീയമായി ഒരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കോൺഗ്രസിനെ കാണുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് ഉത്തമമായി ബോധ്യപ്പെട്ടുകൊണ്ട് ആ പാർട്ടിയെ സ്വയം നവീകരിക്കാൻ അവർ തയ്യാറാകുന്നു.